എന്താണ് ന്യൂറോപ്പതി? ന്യൂറോപ്പതിക്ക് ചികിത്സയുണ്ടോ? ഡയബറ്റിക് രോഗികൾക്ക് കാലിൽ മരവിപ്പും പുകച്ചിലും അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? വരൂ നമുക്ക് നോക്കാം. വെൽക്കം ടു സിംപ്ലി ന്യൂറോളജി മെയ്ഡ് സിമ്പിൾ. കൈകാലുകളുടെ വിരൽത്തുമ്പിൽ തരിപ്പ്, പുകച്ചിൽ, മരവിപ്പ്, ശരീരത്തിൽ ഉറുമ്പ് നടക്കുന്നത് പോലെ തോന്നുക, സൂചി കുത്തുന്നത് പോലെ അനുഭവപ്പെടുക, പൊള്ളൽ, പുകച്ചിൽ, ചുട്ടുനീറ്റം എന്നിവ അനുഭവപ്പെടുക, ചെരുപ്പ് കാലിൽ നിന്നും ഊരിപ്പോകുന്നത് പോലെ തോന്നുക, ഇതെല്ലാം ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങളാണ്. അതായത് നെർവ്സിൻ്റെ പ്രശ്നം. നമ്മുടെ ശരീരത്തിലുള്ള നെർവ്സിനെ പ്രധാനമായും സെൻസറി നെർവ്സ്, മോട്ടോർ നെർവ്സ്, ഓട്ടോണോമിക് നെർവ്സ് എന്ന് തിരിക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ സെൻസേഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന നെർവ്സാണ് സെൻസറി നെർവ്സ്. എന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ മസിൽസിൻ്റെ ശക്തി കൺട്രോൾ ചെയ്യുന്ന നെർവ്സിനെയാണ് മോട്ടോർ നെർവ്സ് എന്ന് പറയുന്നത്. മരവിപ്പ്, തരിപ്പ് മുതലായ സെൻസേഷൻ ഉണ്ടെങ്കിൽ അത് സെൻസറി ന്യൂറോപ്പതിയാണ്. സെൻസറി ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങളെ പോസിറ്റീവ് സിംറ്റംസ് എന്നും നെഗറ്റീവ് സിംറ്റംസ് എന്നും രണ്ടായിട്ട് തിരിക്കാം. പോസിറ്റീവ് സിംറ്റംസ് എന്നാൽ പുകച്ചിൽ, മുളക് പുരട്ടിയ ഒരു ഫീലിംഗ്, ഷോക്ക് അടിക്കുന്ന ഫീലിംഗ് എന്നിവയാണ്. നേരെ മറിച്ച് നെഗറ്റീവ് സിംറ്റംസ് എന്നാൽ മരവിപ്പ്, തൊട്ടാൽ അറിയാതിരിക്കുക, ചെരുപ്പ് കാലിൽ നിന്ന് ഊരിപ്പോകുക എന്നിവയാണ്. ചിലപ്പോൾ നമ്മളുടെ പേശികളുടെ ശക്തി കൺട്രോൾ ചെയ്യുന്ന നെർവ്സിനെ ഇത് ബാധിക്കാം. അതിനെ മോട്ടോർ ന്യൂറോപ്പതി എന്ന് പറയും. സാധാരണ ഇത് രണ്ടും ഒരുമിച്ചാണ് ഒരാൾക്ക് ഉണ്ടാകുക. ഇനി ചിലതരം നെർവ്സാണ് ഓട്ടോണോമിക് നെർവ്സ്. നമ്മുടെ ശരീരത്തിലെ BP, അതായത് ബ്ലഡ് പ്രഷർ, റെസ്പിറേഷൻ, ഹാർട്ട് റേറ്റ്, മൂത്രത്തിൻ്റെ കൺട്രോള്, കുടലിൻ്റെ ചലനം, സെക്ഷൽ ഫങ്ഷൻസ് എന്നിവ കൺട്രോൾ ചെയ്യുന്ന നെർവ്സാണിത്. ഓട്ടോണോമിക് ന്യൂറോപ്പതി ഉള്ളവർക്ക് പെട്ടെന്ന് ഹാർട്ടിൻ്റെ ഇടിപ്പിലെ വ്യതിയാനം വരും. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പെട്ടെന്ന് BP കുറഞ്ഞുപോയി തലകറക്കം അനുഭവപ്പെടാം. പെട്ടെന്ന് വയറിളക്കം, കോൺസ്റ്റിപ്പേഷൻ, സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ എന്നിവ ഉണ്ടാകാം. ന്യൂറോപ്പതിയുടെ സിംറ്റംസ് സാധാരണ ലെങ്ത് ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് നീളമനുസരിച്ച് ലക്ഷണങ്ങൾ കാണുക. കാലിലെ നെർവ്സിനെയാണ് ആദ്യം ബാധിക്കുക. മുട്ടിൻ്റെ ലെവലിൽ എത്തുമ്പോഴായിരിക്കും അത് കൈയിലേക്ക് അനുഭവപ്പെട്ട് തുടങ്ങുക. എന്താണ് ന്യൂറോപ്പതിയുടെ കാരണങ്ങളെന്ന് നോക്കാം. ഡയബറ്റീസ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം. ഡയബറ്റിസ് മെലിറ്റസ് ഉള്ളൊരു രോഗിക്ക് അസുഖത്തിൻ്റെ ദൈർഘ്യവും ഷുഗറിൻ്റെ അളവും അനുസരിച്ച് ന്യൂറോപ്പതി ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഷുഗർ കൺട്രോൾ അല്ലാത്തവർക്ക് ഇത് വേഗം വരും. ഡയബറ്റിസ് മെലിറ്റസ് ഉള്ള ഒരു രോഗിക്ക് അസുഖത്തിൻ്റെ ദൈർഘ്യം അനുസരിച്ച് ന്യൂറോപ്പതിയോടൊപ്പം റെറ്റിനോപ്പതി, അതായത് കണ്ണിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, നെഫ്രോപ്പതി, കിഡ്നിക്ക് പ്രശ്നമുണ്ടാകുക എന്നിവയും കാണാറുണ്ട്. ഇതുകൂടാതെ സ്ട്രോക്ക് വരാനുള്ള റിസ്ക്, ഹാർട്ട് അറ്റാക്ക് വരാനുള്ള റിസ്ക് എന്നിവയും കൂടുതലാണ്. അതിനാൽ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഡയബറ്റിസ് മെലിറ്റസ് ഉള്ളൊരു രോഗി ഒരിക്കലും പുകവലിക്കാൻ പാടില്ല. കാരണം പുകവലി നെർവ്സിലേക്കുള്ള രക്തോട്ടത്തെ പിന്നെയും കുറയ്ക്കും. അസുഖം കൂടി കാല് മുറിച്ചു കളയേണ്ട ആവശ്യം വരെ ഉണ്ടായേക്കാം. ചില രാജ്യങ്ങളിൽ ലെപ്രസി മൂലം ന്യൂറോപ്പതി ഉണ്ടാകാറുണ്ട്. ദേഹത്തിലെ സെൻസേഷൻസ് കുറഞ്ഞ് വെളുത്ത പാടുകൾ ഉണ്ടായേക്കാം. സ്കിൻ ബയോപ്സി ചെയ്യുന്നതിലൂടെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. മാത്രവുമല്ല ഇത്തരം അസുഖത്തിന് ചികിത്സയും ഉള്ളതാണ്. ആൽക്കഹോളിക് ന്യൂറോപ്പതി വേറൊരു കാരണമാണ്. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി മൂലവും ന്യൂറോപ്പതി ഉണ്ടായേക്കാം. വെജിറ്റേറിയൻസ് ആയവർക്ക് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി മൂലം ന്യൂറോപ്പതി വരാം. പെട്ടെന്നുണ്ടാകുന്ന ന്യൂറോപ്പതിയാണ് ഗില്ലംബാരി സിൻഡ്രോം എന്നുള്ളത്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചില മരുന്നുകൾ മൂലവും ന്യൂറോപ്പതി ഉണ്ടാകാം. നാട്ടുവൈദ്യം, ട്യൂബർകുലോസിസിന് ഉപയോഗിക്കുന്ന ചിലതരം ട്രീറ്റ്മെൻറ്റ്സ്, ക്യാൻസറിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്നിവ ന്യൂറോപ്പതി ഉണ്ടാക്കിയേക്കാം. ചില മെറ്റൽസ് ആയ ലെഡ്, മെർക്കുറി, ആർസനിക്, ഗോൾഡ് എന്നിവ മൂലവും ന്യൂറോപ്പതി വരാം. പെയിൻറ്റ്, കുട്ടികളുടെ ടോയ്സ് എന്നിവയിൽ ഉൾപ്പെട്ട ലെഡ് മൂലവും ന്യൂറോപ്പതി ഉണ്ടായേക്കാം. നാട്ടുവൈദ്യങ്ങളിൽ ചിലപ്പോൾ മെറ്റൽസ് ഉപയോഗിക്കുന്നത് മൂലം ന്യൂറോപ്പതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആർസനിക് എന്ന മെറ്റൽ മൂലം പെയിൻഫുൾ ന്യൂറോപ്പതി കാണാറുണ്ട്. ബോർവെൽ വാട്ടർ സ്ഥിരമായി ഉപയോഗിക്കുമ്പോഴും ഹെവി മെറ്റൽസ് ഉള്ളത് കാരണം ചിലർക്ക് ന്യൂറോപ്പതി കാണാറുണ്ട്. ഇനി ചിലതരം ന്യൂറോപ്പതി ഒരു നെർവ്സിനെ മാത്രം ബാധിക്കാം. ഇത്തരത്തിലുള്ള ഒന്നാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി മുഖത്തെ നെർവ്സിനെ മാത്രം ബാധിക്കുന്ന ഒന്നാണ് ഫേഷ്യൽ പാൾസി. സാറ്റർഡേ നൈറ്റ് പാൾസി എന്നൊരു അസുഖത്തെപ്പറ്റി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. റിസ്റ്റ് ഡ്രോപ്പാണ് അതിലുണ്ടാകുക. എന്തെല്ലാം ടെസ്റ്റുകളാണ് ന്യൂറോപ്പതി ഉള്ളൊരു രോഗിക്ക് ചെയ്യാറുള്ളത്? നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്നൊരു ടെസ്റ്റാണ് അതിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. നെർവ്സിലൂടെ പോകുന്ന ഇലക്ട്രിക് സിഗ്നൽ കറക്റ്റാണെന്ന് നോക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. എന്താണ് ഇതിൻ്റെ ചികിത്സ? ഡയബറ്റീസ് മെലിറ്റസ് ഉള്ളവർക്ക് ഷുഗർ സ്ട്രിക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് നിർത്തണം. അതായത് HbA1c എന്നൊരു ലെവല് 6.5 താഴെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ന്യൂറോപ്പതി ഉള്ള രോഗികൾ കാലുകൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കാലുകൾ മുഖം പോലെ ശ്രദ്ധിക്കണം.
സെൻസേഷൻസ് കുറവായതിനാൽ കാലിൽ പെട്ടെന്ന് മുറിവ് വന്ന് പഴുക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ കാല് മുഴുവൻ സമയവും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഷൂസ് വേണം ഉപയോഗിക്കാൻ. കാലിൽ ആണിയോ തഴമ്പോ ഉണ്ടെങ്കിൽ വച്ചിരിക്കാതെ ചികിത്സ തേടേണ്ടത് ആവശ്യമാണ്. ഷുഗർ കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടതും മരുന്നുകൾ ശരിയായി ഉപയോഗിക്കേണ്ടതും വളരെ ആവശ്യമാണ്. ശരിയായ ചികിത്സയിലൂടെ ന്യൂറോപ്പതി കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. നമുക്ക് തുടർന്നും കാണാം.